ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വതേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 1-ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 36-ാമത്തെ ശ്ലോകങ്ങൾ വരെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വസുദേവ ദേവകിയെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിഞ്ഞ് രഥത്തിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ കംസൻ വളരെ സന്തോഷത്തോടുകൂടി ആ രഥം തേർതെളിക്കുന്നു. ദേവകൻ സ്ത്രീധനമായി കൊടുത്തിരുന്ന ആനകൾ, കുതിരകൾ, അതുപോലെ രഥങ്ങൾ, ദാസികൾ എല്ലാവരും അകമ്പടിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. അപ്പോഴാണ് ഒരു അശരീരി കേട്ടത്. എന്താണ് അശരീരി? അല്ലയോ മൂഢ, കംസനോട് പറയണം, അല്ലയോ മൂഢ, നീ യാതൊരുത്തിയെ വഹിച്ചുകൊണ്ട് പോകുന്നുവോ അവളുടെ 8-ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. ഇത് കേട്ടതും കംസൻ കോപം കൊണ്ട് ജ്വലിച്ചു. തന്റെ വാൾ വലിച്ചൂരി ദേവകിയുടെ മുടിയെ പിടിച്ച് കഴുത്തറക്കാൻ വേണ്ടി വാൾ ഓങ്ങി. ഇത് കണ്ട വസുദേവർ എങ്ങനെയെങ്കിലും കംസനെ സാന്ത്വനിപ്പിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചു. തന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും കംസന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം. അതിനുവേണ്ടി പല മാർഗങ്ങളും ഉപയോഗിച്ചു. സാധാരണ സാമം, ഭേദം, ദാനം, ദണ്ഡം, ഇങ്ങനെ 4 മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ ഓരോ കാര്യവും ശരിയാക്കാൻ വേണ്ടി 4 കാര്യങ്ങൾ ഉപയോഗിക്കും. ആദ്യമായിട്ട് സാമമാണ്. സാമോപദേശം, നല്ല വാക്കുകൾ പറഞ്ഞ് കംസനെ സമാശ്വസിപ്പിക്കുക. സാമം 5 വിധത്തിലാണ്. സംബന്ധ ലാഭോ ഉപകൃത ഹി അഭേദോ ഗുണകീർത്തനം സാമ 5 വിധം. അങ്ങനെ സാമം 5 വിധത്തിലുണ്ട്. 1 സംബന്ധം, 2 ലാഭം, 3 ഉപകൃതി അല്ലെങ്കിൽ ഉപകാരം, 4 അഭേദം, 5 ഗുണകീർത്തനം. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച്, സാമവാക്യങ്ങൾ ഉപയോഗിച്ച് കംസനെ ശാന്തനാക്കാൻ വസുദേവൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വസുദേവൻ പറയുന്നത് തൊട്ടാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പ്രഥമോധ്യായഃ. ശ്ലോകം 37. വസുദേവ ഉവാച ശ്ലാഘനീയ ഗുണ ശൂരൈർ ഭഗവാൻ ഭോജയശസ്കരഃ സ കഥം ഭഗിനീം ഹന്യാത് സ്ത്രിയം ഉദ്വാഹ പർവണി. പദച്ഛേദം. ശ്ലാഘനീയ ഗുണഃ ശൂരൈഃ ഭവാൻ ഭോജ യശസ്കരഃ സഹ കഥം ഭഗിനീം ഹന്യാത് സ്ത്രിയം ഉദ്വാഹ പർവണി. സ്ത്രിയം ഉദ്വാഹ പർവണി. അന്വയാർത്ഥം നോക്കാം. ശ്ലാഘനീയ ഗുണൈ ഹി ശൂരൈർ ഭവാൻ
ഭവാൻ, അങ്ങ്. അതായത് വസുദേവർ കംസനോട് പറയുകയാണ്, അങ്ങ് ശൂരൈഹി, ശൂരന്മാരാൽ ശ്ലാഘനീയ ഗുണഃ, കീർത്തിക്കപ്പെടാൻ യോഗ്യങ്ങളായ ഗുണങ്ങൾ ഉള്ളവനാണ്. അപ്പൊ സാമത്തിൽ സാമോപായം കൊണ്ട് സാന്ത്വനിപ്പിക്കാൻ ഒരു ഉപായം എന്താണ്? ഗുണകീർത്തനമാണ്. അപ്പൊ ആദ്യം കംസനെ കീർത്തിക്കുകയാണ്. അങ്ങ് വീര്യാദി ഗുണങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടാൻ യോഗ്യനാണ്. ഭോജ യശസ്കരഃ, ഭോജന്മാർക്ക് യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനാണ്. സഹ, ആവിധം ഇരിക്കുന്നവൻ. ഉദ്വാഹ പർവണി, വിവാഹ പുണ്യ സമയത്തിൽ ഭഗിനീം, സഹോദരിയായ സ്ത്രീയെ കഥം, എങ്ങനെ ഹന്യാത്, ഹനിക്കും, കൊല്ലും. അപ്പം അങ്ങ് വീര്യാദി ഗുണങ്ങൾ കൊണ്ട് യോഗ്യനാണ്, ഭോജന്മാർക്ക് യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങ് ഈ പുണ്യ വിവാഹ സമയത്തിൽ എങ്ങനെയാണ് സഹോദരിയായ ഒരു സ്ത്രീയെ കൊല്ലുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സാമത്തിൽ 5 മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഗുണകീർത്തനം, ആദ്യം ആ വീര്യാദി ഗുണങ്ങളെയെല്ലാം കീർത്തിച്ചു. അടുത്തത് സംബന്ധം, സംബന്ധം എന്ന് പറഞ്ഞാൽ ഭഗിനി, ബന്ധം പറയുകയാണ്. ഭഗിനി സഹോദരിയാണ്. അപ്പൊ സഹോദരിയായ ദേവകിയെയാണ് കൊല്ലാൻ നോക്കുന്നത്. അപ്പൊ അത് സംബന്ധമായി. ഇനി ഉപകാരം, ഉപകാരം എന്ന് പറയുന്നത് ഉദ്വാഹ പർവണി, വിവാഹ പുണ്യ സമയത്തിൽ എന്ന് പറയുമ്പോൾ, വിവാഹ എന്ന് പറയുന്നത് സന്താന വൃദ്ധിക്കുള്ള കാലമാണ്. അതുകൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ലാഭം എന്ന് പറയുന്നത് സ്ത്രീവധത്തിൽ നിന്ന് നിവർത്തിച്ചാൽ കീർത്തി കിട്ടും. സ്ത്രീകളെ കൊന്നാലോ കീർത്തി നശിക്കും. അപ്പൊ അവിടെ അതാണ് ലാഭത്തെ കുറിച്ച് പറഞ്ഞത്. ദേവികയെ കൊല്ലാതെ വിട്ടാൽ കംസന്റെ കീർത്തി വർദ്ധിക്കും, കൊന്നാൽ കീർത്തി നശിക്കും. അപ്പൊ അതാണ് ലാഭത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഉപകാരം എന്ന് പറയുന്നത് പുത്രികോ ഉപമ, പുത്രിക്ക് തുല്യം. അത് 45-ാമത്തെ ശ്ലോകത്തിൽ വരും. പുത്രിക്ക് തുല്യമായുള്ളവളാണ് എന്ന് പറയുന്നു. അപ്പൊ അവിടെ അത് എന്തായിട്ട് വരും? പുത്രികോപമ എന്ന് പറയുമ്പോൾ അത് ഉപകാരം ആയി. അല്ല, പുത്രികോപമ എന്ന് പറയുമ്പോൾ അത് അഭേദം, ഭേദമില്ലായ്മ. പുത്രിക്ക് തുല്യമാണ്. അപ്പോൾ സഹോദരി എന്ന് പറയുമ്പോൾ പുത്രിക്ക് തുല്യമാണ്. അപ്പൊ അത് അവിടെ അഭേദത്തെ കാണിക്കുന്നു. അപ്പൊ അങ്ങനെ സംബന്ധം, ലാഭം, ഉപകാരം, അഭേദം, ഗുണകീർത്തനം, ഇത് 5 എണ്ണമാണ് സാമം എന്ന് പറയുന്നത്. സാമ പഞ്ചവിധം: സംബന്ധ, ലാഭോ, ഉപകൃതിർ, ഹി അഭേദ, ഗുണകീർത്തനം. സംബന്ധം എന്ന് പറഞ്ഞപ്പോൾ ഭഗിനി, സഹോദരി. പിന്നെ ഗുണകീർത്തനം, ആ ശ്ലാഘനീയ ഗുണങ്ങൾ കീർത്തിച്ചു എന്ന് പറഞ്ഞു, അത് ഗുണകീർത്തനമായി. പിന്നെ സഹോദരിയെ കൊല്ലാതെ വിട്ടാൽ കീർത്തി വർദ്ധിക്കും, അപ്പോൾ ലാഭമായി. പിന്നെ ഉദ്വാഹ പർവണി, വിവാഹ സമയം, അത് സന്താന അഭിവൃദ്ധിക്കുള്ള കാലമാണ്, അതുകൊണ്ടത് ഉപകാരമായി. ഇനി പുത്രിക്ക് തുല്യമാണെന്ന് ഇനി പറയും, അത് അഭേദത്തെ കാണിക്കുന്നു. അങ്ങനെ സാമത്തിന്റെ എല്ലാവിധ ലക്ഷണങ്ങളെയും കാണിച്ചുകൊണ്ട് സമയോചിതമായ പ്രവൃത്തി ചെയ്ത് അപകടത്തെ കടക്കുവാൻ തക്ക നീതി നൈപുണ്യം ആർക്കുണ്ട്? മഹാത്മാവായ വസുദേവർക്കുണ്ട്. അതാണല്ലോ വസുദേവൻ ജനിച്ചപ്പോൾ ദേവന്മാർ ദുന്ദുഭി മുഴക്കിയത്. അതുകൊണ്ടാണ് വസുദേവന് ആനക ദുന്ദുഭി
ആനകങ്ങളും ദുന്ദുഭിയും മുഴക്കിയതുകൊണ്ട് വസുദേവർക്ക് ആനക ദുന്ദുഭി എന്ന പേര് കിട്ടി. അപ്പൊ അങ്ങനെ മഹാത്മാവാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കടക്കുവാൻ തക്ക ആ കഴിവുള്ളവനാണ്, മഹാത്മാവാണ് വസുദേവർ. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ശ്ലോകം 37. ശ്ലാഘനീയ ഗുണശൂരൈർ ഭവാൻ ഭോജ യശസ്കരഃ സഖതം ഭഗിനീം ഹന്യാൻ സ്ത്രീയമുദ്വാഹ പർവണി. ശ്ലോകം 38. മൃത്യുർജന്മവതാം വീര ദേഹേന സഹ ജായതേ അദ്യ വാ അബ്ദശതാന്തേ വാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. പദച്ഛേദം. മൃത്യുഹു ജന്മവതാം വീര ദേഹേന സഹ ജായതേ അദ്യ വാ അബ്ദ ശതാന്തേ വാ മൃത്യുർ വൈ പ്രാണിനാം ധ്രുവഃ. അന്വയാർത്ഥം നോക്കാം. വീര, അല്ലയോ ശൂര, വീരനായുള്ളവനെ, വസുദേവർ കംസനെ വിളിക്കുകയാണ്. മൃത്യുർ ജന്മവതാം, ജന്മവതാം മൃത്യുഹു, ജന്മമുള്ളവർക്ക് മരണം നിശ്ചയമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുമല്ലോ, ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ജാതസ്യ ഹി ധ്രുവോർ മൃത്യു, ജനിച്ചവന് മരണം ഉറപ്പാണ്. ഇനി മരിച്ചവനോ ജനനവും ഉറപ്പാണ്. അപ്പോൾ ജന്മവതാം, ജന്മമുള്ളവർക്ക് മൃത്യു, മരണം ഉറപ്പാണ്. ദേഹേന സഹ, ദേഹത്തോടുകൂടി ജായതേ, മനുഷ്യർ ദേഹത്തോടുകൂടി ജനിക്കുന്നു. അദ്യവ, ഇന്ന് തന്നെയോ, അബ്ദശതാന്തേ, 100 കൊല്ലത്തിന്റെ അവസാനത്തിലോ, അബ്ദശതാന്തേവ, 100 കൊല്ലത്തിന്റെ അവസാനത്തിലോ, പ്രാണിനാം, പ്രാണികൾക്ക് മൃത്യുഹു, മരണം ധ്രുവവൈ, നിശ്ചയം തന്നെയാണ്. അപ്പം മരണം എപ്പോഴെന്ന് പറയാൻ സാധിക്കുകയില്ല. നമ്മൾ ഇപ്പോഴും തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കാം. ചിലപ്പോൾ കുറച്ച് നാള് കൂടെ ജീവൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 40 വയസ്സ് വരെ ജീവിക്കാം, ചിലപ്പോൾ 60 വയസ്സ് വരെ ജീവിക്കാം, ചിലപ്പോൾ 100 വയസ്സ് വരെ ജീവിക്കാം. അബ്ദശതാന്തേ, 100 കൊല്ലത്തിന്റെ അവസാനത്തില് മരിക്കാം. അപ്പൊ അങ്ങനെ മരണം എപ്പോഴെന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. ജനിച്ചാൽ മരിക്കും. ജാതസ്യഹി ധ്രുവോർ മൃത്യു. അപ്പൊ മരണഭയം കൊണ്ടാണ് നീ കൊല്ലുന്നതെങ്കിൽ, അതായത് ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്നുള്ള മരണഭയത്താൽ നീ ദേവകിയെ കൊല്ലുകയാണെങ്കിൽ, ഭയപ്പെട്ടതുകൊണ്ട് മരണത്തെ കടക്കാൻ നിനക്ക് കഴിയുകയില്ല. ജാതസ്യഹി ധ്രുവോർ മൃത്യു, ജനിച്ചവന് മരണം തീർച്ചയായും ഉണ്ട്. അപ്പൊ ദേഹം ഉണ്ടാകുമ്പോൾ അതോടുകൂടി തന്നെ മരണവും ഉണ്ടാകുന്നു. ദഹിച്ചു പോകുക എന്ന ധർമ്മമുള്ളത് കൊണ്ടാണ് ശരീരത്തിന് ദേഹം എന്ന പേര് കിട്ടിയത്. അപ്പോൾ എന്നായാലും നാം മരിക്കും. അപ്പോൾ ഭയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നീ മരിക്കും. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. മൃത്യുർജന്മവതാം വീര ദേഹേന സഹ ജായതേ അദ്യ വാ അബ്ദശതാന്തേ വാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. ശ്ലോകം 39. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോ വശഃ ദേഹാന്തരം അനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ. പദച്ഛേദം. ദേഹേ പഞ്ചത്വം ആപന്നേ, ദേഹി കർമാനുഗോ, ദേഹി കർമ്മ അനുഗഃ, കർമാനുഗോ, കർമാനുഗഃ അവശഃ ദേഹാന്തരം അനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ. ഇനി അന്വയാർത്ഥം നോക്കാം. ദേഹേ, ദേഹം, പഞ്ചത്വം, പഞ്ചത്വം എന്ന് വെച്ചാൽ മരണം, മരണത്തെ ആപന്നേ, പ്രാപിച്ചിരിക്കും വിഷയത്തിൽ. അപ്പോൾ ദേഹം, ഈ ദേഹം എന്നായാലും നശിച്ചു പോകാം. അപ്പോൾ അതുകൊണ്ട് മരണത്തെ പ്രാപിച്ചിരിക്കുന്ന
ആ വിഷയത്തിൽ കർമാനുക, കർമ്മത്തെ അനുസരിച്ച് പോകുന്നവനും അവശഃ, സ്വാതന്ത്ര്യം ഇല്ലാത്തവനുമായ ദേഹി, ജീവൻ, ദേഹാന്തരം, അന്യശരീരത്തെ അനുപ്രാപ്യ, പ്രാപിച്ചിട്ട്, പ്രാക്തനം, മുമ്പുള്ളതായ, വപു, ദേഹത്തെ, ത്യജതേ, വെടിയുന്നു. അപ്പൊ ഈ ശരീരം നശിച്ചു പോകുന്നതാണ്. ഈ ദേഹം നശിക്കാറായി എന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ദേഹി, ഇതിനകത്തുള്ള ജീവൻ മറ്റൊരു പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. അപ്പൊ കർമ്മത്തിന് അധീനമായിരിക്കുന്ന ജീവന് യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ മറ്റൊരു ശരീരം കിട്ടും. മറ്റൊരു ദേഹത്തെ എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവന് ഇല്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുമല്ല, വാസാംശി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. അപ്പോൾ നാം വസ്ത്രം പഴയതാകുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെയാണ് ശരീരം നശിക്കുമ്പോൾ ഇതിനകത്തുള്ള ദേഹി, ആത്മാവ് എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോവശഃ ദേഹാന്തരം അനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ. ശ്ലോകം 40. വ്രജം തിഷ്ഠൻ പദൈകേന യഥൈവേഗേന ഗച്ഛതി യഥാ തൃണജളൂകൈവ ദേഹി കർമ്മഗതിം ഗതഃ. പദച്ഛേദം. വ്രജം തിഷ്ഠൻ പദ ഏകേന യഥാ ഏവ ഏകേന, അതാണ് യഥൈവൈകേന. യഥൈവൈകേന, യഥാ പ്ലസ് ഏവ പ്ലസ് ഏകേന ഗച്ഛതി. യഥാ തൃണജളൂക ഏവ, യഥാ തൃണജളൂക ഏവ, അതാണ് തൃണജളൂകൈവ ദേഹി കർമ്മഗതിം ഗതഃ. അന്വയാർത്ഥം. വ്രജൻ സഞ്ചരിക്കുമ്പോൾ, തിഷ്ഠൻ പദ ഏകേന, ഏകേന പദ, ഒരു കാൽ കൊണ്ട് തിഷ്ഠൻ നിൽക്കുന്നതായിട്ട്. അതായത് നാം സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? രണ്ടു കാലും കൂടെ ഒന്നിച്ചെടുത്ത് വയ്ക്കാൻ പറ്റുമോ? എങ്കിൽ വീണു പോകില്ലേ? അപ്പോൾ ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് അടുത്ത കാലെടുത്ത് വെച്ചിട്ട് പിന്നീട് അടുത്ത കാലെടുത്ത് വെച്ച് അങ്ങനെയാണ് നാം നടക്കുന്നത്. അതാണ് വ്രജൻ. സഞ്ചരിക്കുമ്പോൾ ഏകേന പദ, ഒരു കാൽ കൊണ്ട് തിഷ്ഠൻ, ഒരു കാല് ഉറപ്പിച്ചിട്ട്, ഏകേന മറ്റേ കാൽ കൊണ്ട് ഗച്ഛതി യഥ സഞ്ചരിക്കുന്നു. ഒരു കാല് ഉറപ്പിച്ച് മറ്റേ കാല് മുന്നോട്ട് വയ്ക്കും. വീണ്ടും ഈ കാലെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് മറ്റേ കാല്, ഒരു കാല് ഉറപ്പിച്ച് മറ്റേ കാല് മുന്നോട്ട് വയ്ക്കും. അതുപോലെയാണ് തൃണജളൂക യഥ, പുല്ലിൽ സഞ്ചരിക്കുന്ന പുഴു. പുഴു എന്ത് ചെയ്യും? പുല്ലിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഉറപ്പിക്കും. എന്നിട്ട് മറുഭാഗം കൊണ്ട് അടുത്ത പുല്ലിലേക്ക് ചാടും. എന്നിട്ട് അതവിടെ ഉറപ്പിച്ചിട്ട് ബാക്കിലെ ശരീരം വീണ്ടും അപ്പുറത്തെ പുല്ലിലേക്ക് വയ്ക്കും. ഇങ്ങനെയാണ് പുഴു സഞ്ചരിക്കുന്നത്. ശരീരഭാഗങ്ങൾ ഒരു ശരീരഭാഗം ഉറപ്പിച്ചു വെച്ചിട്ട് മുൻപത്തെ ശരീരഭാഗം മുൻപോട്ട് നീക്കുന്നു. അങ്ങനെയാണ് പുഴു സഞ്ചരിക്കുന്നത്. അതുപോലെ നമ്മൾ നടക്കുന്നത് പോലെയും, ഒരു കാല് ഉറപ്പിച്ചിട്ട് മറ്റേ കാല് എടുത്തു വെച്ച് നടക്കുന്നത് പോലെയും, അതുപോലെ ഒരു പുഴു പുല്ലില് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം ഉറപ്പിച്ചിട്ട് അടുത്ത പുല്ലിലേക്ക് ചാടുന്നത് പോലെയും, കർമ്മഗതിയും കർമ്മഗതിയെ ഗതഃ പ്രാപിച്ചിരിക്കുന്ന ദേഹി ജീവൻ ഏവം ഇപ്രകാരമാണ്. അപ്പൊ ജീവനും ഇതുപോലെയാണ്. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ജീവൻ പോകുന്നു. ജീവൻ പുനരാവൃത്തി ഇല്ലാത്തതായ കൈവല്യസ്ഥാനത്തെ പ്രാപിക്കുന്നത് വരെ ഓരോരോ ദേഹങ്ങൾ എടുക്കുകയും വിടുകയും ചെയ്യുന്നു. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. അപ്പം വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും സ്ത്രീയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് ശയിക്കുന്നു, വീണ്ടും മരിക്കുന്നു. ഇങ്ങനെ 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 ജീവനും
ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. വ്രജം തിഷ്ഠൻ പദൈകേന യദൈവൈകേന ഗച്ഛതി യഥാ തൃണജളൂകൈവ ദേഹി കർമ്മഗതിം ഗതഃ. ശ്ലോകം 41. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭി അഭിനിവിഷ്ടചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യത്തെ തത് കിമപി ഹ്യപസ്മൃതിഃ. പദച്ഛേദം. സ്വപ്നേ യഥാ പശ്യതി ദേഹം ഈദൃശം മനോരഥേന അഭിനിവിഷ്ട ചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാ അനുചിന്തയൻ പ്രപദ്യത്തെ തത് കിമപി കിം അപി ഹി അപസ്മൃതിഃ. ഇനി അന്വയാർത്ഥം നോക്കാം. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേന അഭിനിവിഷ്ട ചേതസ. മനോരഥേന അഭിനിവിഷ്ട ചേതനഃ. മനോരഥത്താൽ അഭിനിവിഷ്ട ചേതനഃ അഭിനിവേശിക്കപ്പെട്ട ചേതനയോട് കൂടിയവൻ. ഈ ദൃശ്യം ഈ മാതിരിയുള്ള ദേഹം ദേഹത്തെ സ്വപ്നെ സ്വപ്നത്തിൽ യഥാ ഏതു പ്രകാരം പശ്യതി കാണുന്നു. അപ്പൊ സ്വപ്നത്തിൽ നാം പലതും കാണും അല്ലേ. ചിലപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളായിരിക്കും സ്വപ്നത്തിൽ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളും സ്വപ്നത്തിൽ കാണും. സ്വപ്നത്തിൽ നാം ചിലപ്പോൾ രാജാവായെന്ന് കാണും അല്ലെ, ചിലപ്പോൾ പരമദരിദ്രനായെന്ന് കാണും, ചിലപ്പോൾ ആരെങ്കിലും നമ്മെ കൊല്ലാൻ വരുന്നു എന്ന് കാണും. അങ്ങനെ പല വിധത്തിൽ കാണും. ആ മനസ്സിലെ ആ സങ്കല്പം അനുസരിച്ച് സ്വപ്നാവസ്ഥയിൽ പല ദൃശ്യങ്ങളും കാണും. അപ്പോൾ അങ്ങനെ ദേഹത്തെ പല വിധത്തിൽ സ്വപ്നത്തിൽ കാണും. യഥാർത്ഥ ശരീരമല്ല അവിടെ കാണുന്നത്. അവിടെ പിന്നെ സ്ഥൂല ശരീരമില്ല. ദൃഷ്ടശ്രുതാഭ്യാം കാണപ്പെടുന്നതിനാലും കേൾക്കപ്പെട്ടതിനാലും പരിഷ്കരിക്കപ്പെട്ട മനസ്സുകൊണ്ട് അനുചിന്തയൻ നിരന്തരം ചിന്തിക്കുന്നതായവനായി കിമപി എന്തോ ഹേതുവാൽ അപസ്മൃതി പൂർവസ്മരണ ഇല്ലാത്തവനായി തത് അതായി പ്രപദ്യതയെ ഭവിക്കുന്നു. അപ്പൊ സ്വപ്നത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ എന്താണോ കാണുന്നത് അത് തന്നെയാണ്. ചിലപ്പോൾ നാം നല്ല ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ ഒരു ധനികനായിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും അതാണ് ശരിയെന്ന്. അപ്പൊ നമ്മൾ അതായിട്ട് തന്നെ മാറുന്നു. അതാണ് പൂർവ്വസ്മരണയില്ല. പിന്നീട് നമ്മുടെ നേരത്തെയുള്ള ശരീരത്തിന്റെ ഓർമ്മയൊന്നും നമുക്ക് കാണുകയില്ല. സ്വപ്നത്തിൽ ആ ചിന്ത കൊണ്ട് മനസ്സിന്റെ ചിന്ത കൊണ്ട് നമ്മൾ പല സ്ഥലത്തും എത്തും. ചിലപ്പോൾ നമ്മൾ അമേരിക്കയിലായിരിക്കും അല്ലെ, ചിലപ്പോൾ മറ്റ് സ്ഥലത്ത് വല്ലയിടത്തും ആയിരിക്കും. ഇനി അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ അവിടെയൊന്നും പോയില്ല, ഇപ്പൊ ഞാൻ കിടക്കയിൽ തന്നെ കിടക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. അപ്പൊ സ്വപ്നത്തിൽ നമുക്ക് പൂർവ്വസ്മരണ ഉണ്ടാകുകയില്ല. അപ്പൊ സ്വീകരിക്കുന്നതും ഉപേക്ഷിക്കുന്നതും ദേഹത്തെ തന്നെയാണ്. എന്നാൽ ജീവന് മാറ്റം ഉണ്ടോ? ജീവൻ അങ്ങനെ തന്നെ ഇരിക്കും. ജീവന് ഒരു മാറ്റവുമില്ല. അതിനാൽ ആത്മനാശത്തെ ശങ്കിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് കാണിക്കുകയാണ് ഇവിടെ. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേന അഭിനിവിഷ്ടചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യതേ തത് കിമപി ഹ്യപസ്മൃതിഃ. ശ്ലോകം 42. യതോ യതോ താവതി ദൈവചോദിതം മനോവികാരാത്മകമാപപഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസൗ പ്രപദ്യമാനഃ സഹ തേന ജായതേ. പദച്ഛേദം. യതഃ യതഃ ധാവതി ദൈവ ചോദിതം മനഃ വികാരാത്മകം ആപ പഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹി അസൗ. അതാണ് ദേഹ്യസൗ. ദേഹി അസൗ പ്രപദ്യമാനഃ സഹ തേന ജായതേ. യതോ യതോ ധാവതി ദൈവചോദിതം മനോ വികാരാത്മകം
മനോ വികാരാത്മകം, വികാരസ്വരൂപനും. മനസ്സെങ്ങനെയാണ്? വികാരസ്വരൂപനും ദൈവചോദിതം, കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ടും ഇരിക്കുന്ന മനസ്സ്. പഞ്ചസു ഗുണേഷു, 5 ഗുണങ്ങളാലും, ഭൂതേഷു ഭൂതങ്ങളാലും, പഞ്ചഭൂതങ്ങളാലും ഇരിക്കുന്ന മായാരചിതേഷു ദേഹങ്ങളിൽ യതഃ ഏതേതിൽ ധാവനം ചെയ്യുന്നു, ഏതേതിൽ സഞ്ചരിക്കുന്നു, തത് അതിനെ പ്രാപിക്കും. അപ്പോൾ മനസ്സ് ഏതിനെയാണോ ചിന്തിക്കുന്നത്, അതായത് കർമ്മഫലത്തെ അനുഭവിക്കാൻ ഉപകരിക്കുന്ന ശരീരത്തെ മനസ്സ് സൃഷ്ടിക്കുന്നു. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം തന്റെ മുൻഭാഗത്തിൽ നിൽക്കുന്നത് പ്രത്യക്ഷമായി കാണുന്നു. ഉടനെ ദേഹി ആ മനസ്സാകുന്ന സൂക്ഷ്മ ഉപാധിയോടുകൂടി ചേർന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്നു. പിന്നെ പൂർവസ്മൃതി ഒട്ടും ഇല്ലാതാകുന്നു. ഇപ്പൊ മരണസമയത്തിൽ ഫലത്തെ അനുഭവിക്കത്തക്ക നിലയിൽ പരിഭാഗം വന്ന കർമ്മങ്ങളെ അനുസരിച്ച് സുഖദുഃഖാദികളെ അനുഭവിക്കാൻ ഉപകരിക്കുന്നതായ ശരീരത്തോടുകൂടി ജനിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കർമ്മവാസനകൾ അനുസരിച്ചുള്ള ശരീരമാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത്. വികാരാത്മകം, വികാരസ്വരൂപനും ദൈവചോദിതം, കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ടുമിരിക്കുന്ന മനസ്സ്. പഞ്ചസു ഗുണേഷു ഭൂതേഷു, 5 ഗുണങ്ങളെയും പഞ്ചഭൂതങ്ങളെയും ആയും ഇരിക്കുന്ന മായാരചിതേഷു ദേഹങ്ങളിൽ യതഃ ഏതെന്നിൽ ധാവനം ചെയ്യുന്നു, തത് അതിനെ പ്രാപിക്കും. അതായത് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏതിനെ ഓർത്താണ് നമ്മൾ മരിക്കുന്നത്, അതനുസരിച്ചുള്ള ജന്മമാണ് നമുക്ക് കിട്ടുന്നത്. ഭഗവാനെ ചിന്തിച്ച് നമ്മൾ മരണമടയാണെങ്കിൽ ഭഗവാനിലേക്ക് പോകും. അല്ല മക്കളെ ചിന്തിച്ചാണെങ്കിൽ അങ്ങനെയുള്ള ജീവിതം കിട്ടും. പിന്നെ മറ്റ് നമ്മുടെ വളർത്തുമൃഗങ്ങളെയാണ്, പട്ടിയും പൂച്ചയും ഒക്കെ ആലോചിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലോ മരണസമയത്ത് അങ്ങനെയാണെങ്കിലോ അതായിട്ട് ജനിക്കും. അപ്പൊ എങ്ങനെയാണോ മനസ്സ് വ്യാപരിക്കുന്നത് അതനുസരിച്ചുള്ള ശരീരമാണ് നമുക്ക് കിട്ടുന്നത്. അസൗദേഹി, ഈ ജീവൻ പ്രപദ്യമാന അതായി തീർന്നിട്ട് തേനസഹ അതിനോടുകൂടി ജായതേ ജനിക്കുന്നു. നമ്മൾ ഇതില് ജഡഭരതനെ പറ്റി പഠിച്ചു. ജഡഭരതൻ സമാധിസ്ഥനായിരുന്നെങ്കിലും അവസാനമായപ്പോൾ ഒരു മാനിനെ എടുത്ത് വളർത്തുകയും അവസാനം മാനിനെ വിചാരിച്ച് മരിക്കുകയും ചെയ്തു. അവസാനം അടുത്ത ജന്മത്തിൽ മാനായിട്ട് തന്നെ ജനിച്ചു. യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മമാപ പഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസൗ പ്രപദ്യമാനസ്സഹതേന ജായതേ. അപ്പൊ ഇവിടെ അദൃഷ്ടഭയത്തെ കാണിക്കുകയാണ്. അപ്പൊ നീ ഈ ഭഗിനി വധരൂപമായ പാപകർമ്മം ചെയ്യാൻ ഒരുങ്ങിയാൽ എന്തു ചെയ്യും? അതിനനുസരിച്ചുള്ള ദേഹമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. പാപകർമ്മങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള ദേഹമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആദ്യം സാമോപദേശങ്ങൾ നടത്തി, അതിൽ രക്ഷയില്ലെന്ന് വന്നപ്പോൾ അടുത്തെന്ത് ചെയ്തു? ഭേദമാകുമ്പോൾ 2 ഉണ്ട്, ദൃഷ്ടഭയവും അദൃഷ്ടഭയവും. അപ്പൊ ഇവിടെ അദൃഷ്ടഭയത്തെ പറയുകയാണ്. നീ പാപകർമ്മം ചെയ്താൽ അതിനനുസരിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ ദേഹം സ്വീകരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിനക്ക് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. പരമാർത്ഥത്തെ നീ അതുകൊണ്ട് ആലോചിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ അദൃഷ്ടഭയ സൂചകമായിരിക്കുന്ന വാക്ക് അത് ഭേദോപായത്തിന്റെ ഒരംഗമാണ്. ഭേദത്തിന്റെ അംഗമാണ് ദൃഷ്ടഭയവും അദൃഷ്ടഭയവും. അപ്പൊ ഇത് അദൃഷ്ടഭയം, ഭയപ്പെടുത്തുകയാണ്. ശ്ലോകം ഒന്നുകൂടെ പറയാം. യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസൗ പ്രപദ്യമാനസ്സഹതേന ജായതേ.
ശ്ലോകം 43. ജ്യോതിർയഥൈവോദക പാർത്ഥിവേശ്വത സമീരവേഗാനുഗതം വിഭാവ്യതേ ഏവം സ്വമായാ രജിതേഷസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി. പദച്ഛേദം. ജ്യോതിഹി യഥാ ഏവ ഉദക പാർത്ഥിവേഷു അധഃ സമീര വേഗ അനുഗതം വിഭാവ്യതേ ഏവം സ്വമായാരചിതേഷു അസൗ പുമാൻ ഗുണേഷു രാഗാനുഗതഃ വിമുഹ്യതി. അങ്ങനെ പദച്ഛേദം നോക്കാം. ജ്യോതിഹി അത ജ്യോതിഹി, ഈ ജ്യോതിസ് ഉദക പാർത്ഥിവേഷു ജലപാത്രങ്ങളിൽ സമീരവേഗാനുഗതം വായുവേഗത്തിനനുസരിച്ച് വിഭാവ്യതേ. അതായത് ഇപ്പോൾ ഒരു പാത്രത്തിൽ ജലം വച്ചാൽ അതിൽ സൂര്യൻ്റെ പ്രതിബിംബം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിനേക്കാളും എളുപ്പത്തിലുള്ള ഉദാഹരണം, ഒരു കുളത്തിൽ ചെന്ന് നിന്നാൽ, കുളത്തിൻ്റെ കരയിൽ ചെന്ന് നിന്നാൽ കുളത്തിൻ്റെ കരയിലുള്ള വൃക്ഷങ്ങളുടെ പ്രതിബിംബം കുളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ വെള്ളം, വായു കൊണ്ട് വെള്ളം ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതും ചലിക്കും. അപ്പം വൃക്ഷം ചലിച്ചില്ലെങ്കിലും ജലം ചലിക്കുകയാണെങ്കിൽ ഈ വൃക്ഷങ്ങളും ചലിക്കുന്നതായി തോന്നും. അതുപോലെ ഒരു പാത്രത്തിൽ ജലമെടുത്ത് വച്ചാൽ അതിൽ സൂര്യൻ്റെ ബിംബം പതിക്കും. വായു കൊണ്ട് ജലം ഇളകുകയാണെങ്കിൽ ഈ പ്രതിബിംബവും സൂര്യൻ്റെ ബിംബമല്ല, സൂര്യൻ്റെ പ്രതിബിംബം പതിക്കും. അപ്പോൾ ആ വായു കൊണ്ട് ജലം ഇളകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രതിബിംബവും ഇളകുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യനിളക്കമുണ്ടോ? സൂര്യനിളക്കമില്ല. ആ പ്രതിബിംബം വായുവേഗത്തെ അനുസരിച്ച് ആ പ്രതിബിംബം ചലിക്കുന്നതായി ഇളകുന്നത് പോലെ നമുക്ക് കാണപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു ഉപാധിയുടെ ഇളക്കം നിമിത്തം അതിൽ കാണപ്പെടുന്ന പ്രതിബിംബവും ഇളകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ബിംബത്തിന്, സൂര്യന് ഇളക്കമുണ്ടോ? സൂര്യന് ഇളക്കമില്ല. സമീരവേഗാനുഗതം വിഭാവ്യതേ ഏവം സ്വമായാരചിതേഷു അസൗ പുമാൻ. അസൗ പുമാൻ, ഈ ആത്മാവ് സ്വമായാരചിതേഷു തൻ്റെ മായയാൽ ഉണ്ടാക്കപ്പെട്ടതായ ഗുണേഷു ഗുണരൂപങ്ങളായ ദേഹങ്ങളിൽ രാഗാനുഗതഃ രാഗത്തെ പ്രാപിച്ചവനായിട്ട് വിമുഹ്യതി മോഹിക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെയാണ് ആത്മാവും തൻ്റെ മായാശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ഗുണവികാരങ്ങളായ ദേഹങ്ങളിൽ രാഗമുള്ളവനായി ഭവിക്കുന്നു. യഥാർത്ഥത്തിൽ അതിന്, ആത്മാവിന് യാതൊരു രാഗവും ഒന്നും ഇല്ല. പക്ഷേ ആത്മാവ് മായാശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ആ ഗുണവികാരങ്ങൾ ദേഹങ്ങളിൽ രാഗമുള്ളവനായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ദേഹം തന്നെ താൻ എന്ന അഭിമാനിക്കുന്നു. അപ്പോൾ ഒരു മഹാരാജാവ് നല്ലവണ്ണം ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആനന്ദിക്കുകയാണ്. ആ രാജാവിന് എത്ര ആനന്ദമുണ്ടോ അതുപോലുള്ള ആനന്ദം ഒരു പന്നി, അത് വൃത്തികെട്ട മലം തുടങ്ങിയ ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷെ അത് കഴിച്ചാൽ അതിനും ആ രാജാവിനുണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്ന ആനന്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ രാജാവിനുണ്ടാകുന്നത് പോലെയുള്ള ആനന്ദം സൂകരാദി ജീവികൾക്കും ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ സൗന്ദര്യം എന്ന് പറയുന്നത് ശരീരധർമ്മങ്ങളാണ്. ഇവയ്ക്ക് അന്യോന്യ അധ്യാസം നിമിത്തമാണ് സ്നേഹം തോന്നുന്നത്. ആ അധ്യാസം സർവപ്രാണികളിലും തുല്യമായിരിക്കുന്നു. അപ്പോൾ ഒരുവൻ എൻ്റെ ദേഹം രാജദേഹമാണെന്നോ കരുതുന്നു. അപ്പോൾ ഒരു പന്നിയാണെങ്കിലോ എൻ്റെത് സൂകരദേഹമാണ്. പക്ഷെ അത് നികൃഷ്ടമല്ല. അത് ആ ദേഹം കൊണ്ട് തന്നെ അതും സന്തോഷിക്കുന്നു. അപ്പം ദേഹ സ്നേഹ അവസ്ഥയിൽ വിശേഷം ഒന്നുമില്ല.
ഈ രാജദേഹത്തെ നിലനിർത്താൻ വേണ്ടിയായിട്ടാണ് നീ കംസനോട് പറയണം നീ ഘോര കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിന് ഒരു പ്രയോജനവും ഇല്ല. ഈ മാതിരി ദേഹസ്നേഹം ഏത് ദേഹം ശ്രദ്ധിക്കുമ്പോഴും ഉണ്ടാകുന്നു. നിനക്ക് മാത്രമല്ല ദേഹസ്നേഹം ഉണ്ടാകുന്നത്, എല്ലാ ജീവികൾക്കും ആ ദേഹസ്നേഹം ഉണ്ടാകുന്നു. ജ്യോതിർയഥൈവോദക പാർത്ഥിവേശ്വത സമീരവേഗാനുഗതം വിഭാവ്യതേ ഏവം സ്വമായ രജിതേഷസൗ പുമാൻ ഗുണേശ്വരാഗാനുഗതോ വിമുഹ്യതേ. ശ്ലോകം 44. തസ്മാന കസ്യചിദ്രോഹം ആചരേത് സ തഥാവിധഃ ആത്മനക്ഷേമമന്വിച്ഛൻ ദോക്തുർവൈ പരതോ ഭയം. പദച്ഛേദം. തസ്മാത് ന കസ്യചിത് ദ്രോഹം ആചരേത് സഹ തഥാവിധഃ ആത്മനഃ ക്ഷേമം അന്വിച്ഛൻ ദോക്തുഹു വൈ പരതഃ ഭയം. അന്വയാർത്ഥം. തസ്മാത് അത് ഹേതുവായിട്ട് തഥാവിധ അപ്രകാരം ഇരിക്കുന്ന സഹ അവൻ ആത്മനഃ തനിക്ക് ക്ഷേമത്തെ അന്വിച്ഛൻ ആഗ്രഹിക്കുന്നവനായിട്ട് കസ്യചിത് ഒരുവനും ദ്രോഹത്തെ ന ആചരിക്കുന്നില്ല. അപ്പൊ തനിക്ക് ദോഷം വരുമെന്ന് വിചാരിച്ച് തനിക്ക് ക്ഷേമത്തെ ആഗ്രഹിക്കുന്നവനായിട്ട് ഒരുവനും ഒരു ദ്രോഹവും ചെയ്യുകയില്ല, അല്ലേ? അപ്പൊ ദ്രോഹം ചെയ്താൽ തനിക്ക് ദോഷം വരും എന്ന് വിചാരിച്ചല്ല ദ്രോഹം ചെയ്യുന്നത്. അപ്പൊ ക്ഷേമത്തെ ആഗ്രഹിക്കുന്നവൻ ഒരുവനും ദ്രോഹം ചെയ്യുകയില്ല, അല്ലെങ്കിൽ ചെയ്യരുത്. ദ്രോഹത്തെ ന ആചരേ ചെയ്യരുത്. നീ ക്ഷേമമാണ് നല്ലതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഈ സഹോദരി വധം എന്ന ആ ദ്രോഹത്തെ ചെയ്യരുത്. ദോക്തുഹു ദ്രോഹിക്കുന്നവന് പരതഃ പരലോകത്തിൽ ഭയം നിശ്ചയമാണ്. അപ്പൊ ഇവിടെ ഭയപ്പെടുത്തുകയാണ്. ഭേദമെന്നുള്ള ദൃഷ്ടഭയവും അദൃഷ്ടഭയവും അതിനെപ്പറ്റിയാണ്. അതായത് സാമോപായം കൊണ്ടൊന്നും കംസൻ ശാന്തനാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭേദത്തെ ഉപയോഗിക്കുകയാണ്. അടുത്ത ഉപായം ഭേദം, അത് ദൃഷ്ടഭയവും അദൃഷ്ടഭയവും ഭയപ്പെടുത്തുകയാണ്. അപ്പം നീ ക്ഷേമത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹോദരി വധം നീ ചെയ്യരുത്. പരദ്രോഹം ചെയ്യുന്നവന് ഇഹലോകത്തിലും പരലോകത്തിലും ഭയമുണ്ടാകും, അത് നിശ്ചയമാണ് എന്ന് പറയുകയാണ്. തസ്മാന കസ്യചിദ്രോഹം ആചരേത് സ തഥാവിധഃ ആത്മനക്ഷേമമന്വിച്ഛൻ ദോക്തുർവൈ പരതോ ഭയം. ശ്ലോകം 45. യേഷാ തവാനുജാ ബാലാ കൃപണാ പുത്രികോപമാ കന്തും നാർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സലഃ. യേഷാ തവ അനുജാ ബാലാ കൃപണ പുത്രികോപമ ഹന്തും ന അർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സലഃ. അന്വയാർത്ഥം നോക്കാം. യേഷ ഇവൾ, അതായത് ദേവകി തവ അങ്ങയുടെ അനുജ എന്ന് സംസ്കൃതത്തിൽ പറയുമ്പോൾ സഹോദരി എന്നാണ്. സഹോദരിയും പുത്രികോപമ പുത്രിക്ക് തുല്യയും ബാല കുട്ടിയും കൃപണ ദുഃഖിതയും ആകുന്നു. അപ്പോൾ ഈ ദേവകി എന്ന് പറയുന്നത് അങ്ങയുടെ സഹോദരിയാണ്, പുത്രിക്ക് തുല്യമാണ്, അവൾ കുട്ടിയാണ്, ദുഃഖിതയാണ്. ദീനവത്സലഃ ദുഃഖിതരിൽ സ്നേഹമുള്ളവനായ ത്വം അങ്ങ്. കംസനെ പുകഴ്ത്തുകയാണ്. ക്രൂരനാണെങ്കിലും ദുഃഖിതരിൽ സ്നേഹമുള്ളവനായ അങ്ങ് കല്യാണിയും ശ്രേഷ്ഠ ഗുണമുള്ളവളായ ഇമാം ഇവളെ ഹന്തും ഹനിക്കാനായിക്കൊണ്ട് കൊല്ലാനായിക്കൊണ്ട് നാർഹസി യോഗ്യനല്ല. അപ്പം അങ്ങയുടെ സഹോദരിയെ കുട്ടിയായ പുത്രിക്ക് തുല്യമായ ദുഃഖിതയായ സഹോദരിയെ
ഒരിക്കലും കൊല്ലരുത്. അവള് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അങ്ങ് വാളെടുത്ത് പിടിച്ചപ്പോൾ തന്നെ അവൾ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പൊ ദുഃഖിതരിൽ വാത്സല്യമുള്ളവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് ഇത് ചെയ്യുന്നത് ഒട്ടും യോഗ്യമല്ല എന്ന് പറയുകയാണ്. ഏഷാ തവാനുജ ബാല കൃപണാപുത്രി ഗോപമ ഹന്തും നാർഹസി കല്യാണി ഇമാം ത്വം ദീനവത്സലഃ. ശ്ലോകം 46. ശ്രീശുക ഉവാച ഏവം സസാമഭിർഭേദൈർ ബോധ്യമാനോപി ദാരുണഃ നന്യവർത്യത കൗരവ്യ പുരുഷാദാൻ അനുവ്രതഃ. പദച്ഛേദം. ഏവം സഹ സാമഭിഃ ഭേദൈഃ ബോധ്യമാനഃ അഭി ദാരുണഃ ന ന്യവർത്തത കൗരവ്യ പുരുഷാദാൻ അനുവ്രതഃ. ഏവം ഇപ്രകാരം സാമഭിഹി സാമോപായങ്ങളെ കൊണ്ടും ഭേദങ്ങളെ കൊണ്ടും അതായത് ഭയപ്പെടുത്തിയും ബോധ്യമാനാവി ബോധിക്കപ്പെട്ടവനായി എങ്കിലും കൗരവ്യാഹേ കുരുകുലശ്രേഷ്ഠാഹേ പരീക്ഷിത്തേ ദാരുണഃ ക്രൂരനും പുരുഷാദാൻ മനുഷ്യരെ തിന്നുന്നവരെ അതായത് ദുഷ്ടന്മാരെ അനുവൃത അനുസരിക്കുന്നവനുമായ സഹ അവൻ അനുവർത്തത മടങ്ങിയില്ല. അപ്പോൾ അവൻ കംസൻ പിന്മാറിയില്ല. ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും അവൻ അതിൽ നിന്നും പിന്മാറിയില്ല. ആസുരിക ഗുണങ്ങൾ നിറഞ്ഞ ദുഷ്ടനായ കംസൻ ഇത്രയൊക്കെ സാമഭേദങ്ങൾ കൊണ്ടും ഉപദേശിച്ചിട്ടും കംസൻ പിന്മാറിയില്ല. അപ്പോൾ വസുദേവർ ആലോചിക്കുകയാണ്. ശ്ലോകം 47. നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യ ആനകദുന്ദുഭിഃ പ്രാപ്തം കാലം പ്രതിവോടും ഇദം തത്രാന്വപദ്യതാം. നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യ ആനകദുന്ദുഭിഃ പ്രാപ്തം കാലം പ്രതിവോടും ഇദം തത്ര അന്വപദ്യത. പദച്ഛേദം പറഞ്ഞു. ഇനി അന്വയാർത്ഥം. നിർബന്ധം തസ്യ തം നിർബന്ധം തസ്യ അവന്റെ തം നിർബന്ധം ആ നിർബന്ധത്തെ ജ്ഞാത്വാ അറിഞ്ഞിട്ട് അതായത് എത്ര പറഞ്ഞിട്ടും കംസൻ ദേവികയെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ആ നിർബന്ധത്തെ ജ്ഞാത്വാ അറിഞ്ഞിട്ട് ആനകദുന്ദുഭിഃ വസുദേവൻ വിചിന്യ ആലോചിച്ചിട്ട് പ്രാപ്തം വന്നിരിക്കുന്ന കാലം അവസരത്തെ പ്രതിവോടും തടുക്കാനായിക്കൊണ്ട് തത്ര അവിടത്തിൽ ഇതിനെ അന്വപദ്യത അവലംബിച്ചു. അപ്പൊ വസുദേവർ വിചാരിക്കുകയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കംസന്റെ മനസ്സിന് മാറ്റമില്ല. ഇനി ആപത്തിനെ തടുക്കാൻ എന്ത് ചെയ്യണം എന്ന് വസുദേവൻ ആലോചിക്കുകയാണ്. അപ്പോൾ വസുദേവന്റെ ആലോചന അടുത്ത പദ്യത്തിൽ പറയും. ഇപ്പൊ ശ്ലോകം 46-47 ഒന്ന് വായിക്കാം. ശ്രീശുക ഉവാച ഏവം സസാമഭിർഭേദൈർ ബോധ്യമാനോപി ദാരുണഃ ന നിവർത്തത കൗരവ്യ പുരുഷാദാനനുവ്രതഃ. നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യാനകദുന്ദുഭിഃ പ്രാപ്തം കാലം പ്രതിവോടും ഇദം തത്രാന്വപദ്യതാം. ശ്ലോകം 48. മൃത്യുർബുദ്ധിമതാ അപോഹ്യോ യാവദ്ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ. പദച്ഛേദം. മൃത്യുഃ ബുദ്ധിമതാ അപോഹ്യഃ യാവത് ബുദ്ധി ബലോദയം യത് അസൗ അതാണ് യദ്യസൗ ന നിവർത്തേത ന അപരാധഃ അസ്തി ദേഹിനഃ. അന്വയാർത്ഥം. മൃത്യുഃ
ബുദ്ധിമത അപോഹ്യ, ബുദ്ധിമത ബുദ്ധിയുള്ളവനാൽ യാവത് ബുദ്ധിബലോദയം ബുദ്ധിക്കും ശക്തിക്കും അടുത്ത വിധത്തിൽ മൃത്യുഹു മരണം അപോഹ്യ തടുക്കപ്പെടാൻ യോഗ്യമാകുന്നു. അസൗ ഇത് യതിന നിവർത്തേത നിവർത്തിക്കയില്ലെങ്കിൽ ദേഹിന പുരുഷന് അപരാധ കുറ്റം നാസ്തി ഇല്ല. അപ്പോൾ ബുദ്ധിമാന്മാരായ മനുഷ്യർ എന്തു ചെയ്യും? മരണത്തെ തടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം നാം അതിന് ശ്രമിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് കുറ്റബോധം ഉണ്ടാകും. അപ്പം നമ്മളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളുടെ കുട്ടി പഠിക്കാൻ മോശമാണ്, അപ്പോൾ മറ്റു കുട്ടികൾക്ക് ട്യൂഷനുണ്ട്, അപ്പോൾ ഈ കുട്ടിക്കും കൂടെ നമുക്ക് ട്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ട്യൂഷൻ കൊടുത്തില്ലെങ്കിലോ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇവന് മാർക്ക് കിട്ടുകയില്ല, അവൻ ജയിക്കുകയില്ല, മറ്റു കുട്ടികളൊക്കെ ജയിച്ചു പോകും. അപ്പോൾ പിന്നെ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ബുദ്ധിമാന്മാരായ മനുഷ്യർ മരണത്തെ തടയാൻ, അതായത് ദേവകിയെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും ഇനി അടുത്ത മാർഗം സ്വീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യൂ, പ്രയത്നം ചെയ്തില്ലെങ്കിലോ ഒന്നും ചെയ്തില്ലെങ്കിലോ പിന്നീട് കുറ്റബോധം എനിക്ക് ഉണ്ടാകും. ശ്ലോകം ഒന്നുകൂടെ. മൃത്യുർ ബുദ്ധിമതാപോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ. ശ്ലോകം 49. പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യതി ജാരേയൻ മൃത്യുർവാ ന മ്രിയതേ ചേത്. പദച്ഛേദം. പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാം ഇമാം സുതാ മേ യതി ജായേരൻ മൃത്യുഹു വാ ന മ്രിയേത ചേത്. ഞാൻ അർത്ഥം നോക്കാം. സുതാഹ പുത്രന്മാർ മേ എനിക്ക് ജാരേയൻ യതി ജനിക്കുന്നുവെങ്കിൽ, വസ്തുതേവർ ആലോചിക്കുകയാണ്, എനിക്ക് പുത്രന്മാർ ജനിക്കുന്നുവെങ്കിൽ മൃത്യുഹു കാലനായിരിക്കുന്ന ന മ്രിയതേ ചേത് മരിക്കുകയില്ലെങ്കിൽ, കാലനായ കംസൻ മരിച്ചില്ലെങ്കിൽ പുത്രന്മാരെ മൃത്യുവെ മൃത്യുവിനായിക്കൊണ്ട് പ്രദായ കൊടുത്തിട്ട് കൃപണാം ദുഃഖിതയായ ഇമാം ഇവളെ മോചിപ്പിക്കുന്നു. അപ്പോൾ ഇനി ദേവകിയെ മോചിപ്പിക്കാൻ ഒരേ മാർഗം എന്താണ്? തനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കംസന് കൊടുക്കുക. അതേ ഉള്ളൂ ഇനി മാർഗം. അപ്പോൾ ദുഃഖമാണെങ്കിലും പക്ഷെ ഭാര്യയുടെ മരണം അടുത്തിരിക്കുമ്പോൾ ഭാര്യ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഒന്നീ കുട്ടി അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നാം എന്ത് പറയും? അമ്മ ജീവിച്ചാൽ മതി എന്ന് പറയും, അല്ലേ? കുട്ടികൾ പിന്നെയും ഉണ്ടാകാം. അപ്പം അതുപോലെയാണ് വസുദേവർ ആലോചിക്കുന്നത്. അപ്പോൾ ദേവകിയുടെ ജീവനാണ് വലുത്. അപ്പം ഇനി എനിക്ക് കുട്ടികൾ ജനിക്കുമെന്ന് അറിഞ്ഞൂടെ, ജനിക്കുകയാണെങ്കിൽ ഈ കാലനായ കംസൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവന് കൊടുക്കാം, എന്നിട്ട് ഇവളെ മോചിപ്പിക്കാം. ശ്ലോകം. പ്രദായ മൃത്യുവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യതി ജായേരൻ മൃത്യുർവാന മ്രിയേത ചേത്. ശ്ലോകം 50. വിപര്യോ വാ കിം ന സ്യാത് ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്ത പുനരാപതേത്. പദച്ഛേദം. വിപര്യയഃ വാ കിം ന സ്യാത് ഗതിഃ ധാതുഃ ദുരത്യയാ ഉപസ്ഥിതഃ നിവർത്തേത നിവൃത്തഃ പുനഃ ആപതേത്. ആപതേത്. അന്വയാർത്ഥം നോക്കാം. വിപര്യയോ വാ വിപര്യയഃ വാ വാ പക്ഷേ വിപര്യഃ വിപരീതം കിം ന സ്യാത് എന്തുകൊണ്ട് ഭവിച്ചുകൂടാ? അതായത്
ചിലപ്പോൾ ഇതിൻ്റെ വിപരീതം തന്നെ വരും. അതായത് ഞാൻ കുട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അപ്പം കംസൻ ജീവിച്ചിരിച്ചില്ലെങ്കിലോ, കുട്ടിയെ കൊടുക്കേണ്ടി വരികയില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. വിപരീതം കിംന എന്തുകൊണ്ട് ഭവിച്ചുകൂടാ? ധാതുഹു ദൈവത്തിൻ്റെ ഗതി പ്രവൃത്തി ദുരത്തെയെ തടുക്കാൻ കഴിയാത്തതാണ്. ദൈവം എന്താണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ദേവകിക്ക് കുട്ടി ജനിക്കുകയാണോ, ജനിക്കുമ്പോൾ തന്നെ കംസൻ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ഗതി പ്രവൃത്തി ദുരത്തെയെ തടുക്കാൻ കഴിയാത്തതാണ്. ഉപസ്ഥിത വന്നു ചേർന്നത് നിവർത്തേത നിവർത്തിക്കട്ടെ, വരുന്നത് വരും പോലെ നടക്കട്ടെ. അനെ ദൈവവാക്യം എന്താണ്? ഇവളുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നാണ്. ഇനി അത് ശരിയാണെങ്കിലോ? അപ്പൊ അത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ നിശ്ചയമല്ലേ നടക്കൂ. ഉപസ്ഥിത വന്നു ചേർന്നത് നിവർത്തേത നിവർത്തിക്കട്ടെ. പുനഃ പിന്നെ നിവർത്തഹ നിവർത്തിക്കപ്പെട്ടത് ആപതേ വന്നു ചേരണമെങ്കിൽ വന്നു ചേരട്ടെ. അപ്പൊ എന്തായാലും ദൈവഹിതമേ നടക്കുകയുള്ളൂ. ഇത്ര ബലവാനായ ഇവനെ എനിക്കിനി ജനിക്കാൻ പോകുന്ന ഒരു ശിശു കൊല്ലുമോ എന്ന് ശങ്കിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ദൈവഗതിയെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ വന്നെടുത്തിരിക്കുന്ന പ്രാണഭയത്തിൽ നിന്ന് ദേവകിയെ ഇപ്പോൾ രക്ഷിക്കണം. അതാണ് ഇപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യം. ബാക്കിയെല്ലാം ദൈവം നിശ്ചയിക്കും പോലെ നടക്കട്ടെ. ദൈവഗതിയെ നമുക്ക് തടുക്കാൻ കഴിയുകയില്ലല്ലോ എന്ന് പറയുകയാണ്. വിപര്യോ വാ കിംന സ്യാത് ഗതിർധാതുർദുരത്യയ ഉപസ്ഥിതോ നിവർത്തേത നിവർത്ത പുനരാപതേത് ആപതേത്. ശ്ലോകം 51. അഗ്നേരഥാദാരു വിയോഗയോഗയോ അദൃഷ്ടതോന്യ നിമിത്തമസ്തി ഏവം ഹി ജന്തോരവിദുർവിഭാവ്യ ശരീര സംയോഗ വിയോഗ ഹേതുഃ. പദച്ഛേദം. അഗ്നേഹേ യഥാ ദാരു വിയോഗ യോഗയോഃ അദൃഷ്ടതഃ അന്യത് ന നിമിത്തം അസ്തി ഏവം ഹി ജന്തോഃ അപി ദുർവിഭാവ്യ ശരീര സംയോഗ വിയോഗ ഹേതുഃ. അഗ്നേഹെ അഗ്നിക്ക് ദാരുവിയോഗ യോഗോഹോ മരങ്ങളുടെ വിയോഗത്തിലും ചേർച്ചയിലും അദൃഷ്ടത അദൃഷ്ടത്തിൽ നിന്ന് അന്യമായിട്ട് നിമിത്ത കാരണം, അതായത് കാരണം ന അസ്തി ഇല്ലാത്തത് ഏത് വിധമാണോ, അതായത് ഒരു കാട്ടിൽ എതിർച്ചയായിട്ട് തീ പിടിക്കുകയാണ്. തീ പിടിക്കുമ്പോൾ അടുത്തുള്ള മരങ്ങൾ നശിക്കാതിരിക്കും. തീ പടർന്ന് മുമ്പോട്ടാണ് പോകുന്നത്. അപ്പോൾ ദൂരെയുള്ള മരങ്ങൾ വെന്തു പോകുന്നു, അടുത്തുള്ള മരങ്ങൾക്ക് അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഗ്രാമത്തിൽ തീ പിടിക്കുമ്പോഴും അങ്ങനെ തന്നെ അടുത്ത മരം കത്തിപ്പോകാതെ എത്രയോ അകലത്ത് നിൽക്കുന്ന മരങ്ങൾ വെന്തു പോകാറുണ്ട്. ഇതിനെല്ലാം അദൃഷ്ടമല്ലാതെ മറ്റൊരു കാരണം കാണാൻ കഴിയുകയില്ല. ഇതുപോലെ തന്നെ നമുക്കറിയാം, വയസ്സന്മാർ ഇരിക്കുമ്പോൾ ബാലന്മാർ മരിക്കുന്നു, ബലവാനെ ബലഹീനർ കൊല്ലുന്നു. പ്രാണികൾക്ക് ഓരോ വിധം ദേഹം കിട്ടുന്നതും അവയെ വിട്ടുപോകുന്നതും ഉള്ള കാരണങ്ങൾ ഊഹിക്കാൻ നമുക്ക് കഴിയുകയില്ല. അത് അദൃഷ്ടം തന്നെയാണ്. അതിനാൽ ഇവളുടെയും ഇവന്റെയും അദൃഷ്ടം ഏത് വിധമായിരിക്കുന്നു എന്ന് ഇപ്പോൾ ഊഹിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ആപത്ത് നേരിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷ നേടാനുള്ള ഉപായമാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അപ്പോൾ അഗ്നിക്ക് അദൃഷ്ടത്തിൽ നിന്ന് അന്യമായിട്ടുള്ള കാരണമില്ലാത്തതുപോലെ ഇപ്പോൾ തീ പടർന്ന് പിടിക്കുമ്പോൾ അടുത്തുള്ളത് നശിക്കൂല, ദൂരെയുള്ളത് നശിക്കുന്നു. അത് അദൃഷ്ട കാരണമാണ്. ഏവം ഹി ഇപ്രകാരം തന്നെ ജന്തോ അപി ജന്തുവിനും ശരീര സംയോഗ വിയോഗ ഹേതു ശരീരത്തോടുള്ള ചേർച്ചയും വേർപാടിനും കാരണം ദുർവിഭാവ്യം
ഊഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മനുഷ്യർ ഒരു ശരീരം സ്വീകരിക്കുന്നു, അടുത്ത് അതിനെ ഉപേക്ഷിച്ച് വേറൊന്ന് സ്വീകരിക്കുന്നു. ഇത് നമുക്ക് ഊഹിക്കാനേ സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇവളെ രക്ഷിക്കാൻ കഴിയും വിധം ശ്രമിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിച്ച് അടുത്ത വസുദേവൻ ദാനം എന്ന ഉപായം നിശ്ചയിക്കുകയാണ്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അഗ്നേരഥാദാരു വിയോഗയോഗയോ അദൃഷ്ടതോ അന്യജ്ഞ നിമിത്തമസ്തി ഏവം ഹി ജന്തോരവിദുർവിഭാവ്യ ശരീര സംയോഗ വിയോഗ ഹേതു. ശ്ലോകം 52. ഏവം വിമൃശ്യതം പാപം യാവതാത്മനിദർശനം പൂജയാമാസ വൈ ശൗരിർ ബഹുമാന പുരസരം. പദച്ഛേദം. ഏവം വിമൃശ്യ തം പാപം യാവത് ആത്മനിദർശനം പൂജയാമാസ വൈ ശൗരിഹി ബഹുമാന പുരസരം. ഏവം ഇപ്രകാരം യാവത് ആത്മനിദർശനം തന്റെ ബുദ്ധിക്കനുസരിച്ച വിധം വിമർശ ആലോചിച്ചിട്ട്, പ്രകാരം വസുദേവൻ തന്റെ ബുദ്ധിക്ക് അനുസരിച്ച വിധം ആലോചിച്ചിട്ട് ശൗരിഹി വസുദേവൻ പാപകർമ്മം ചെയ്യുന്നവനായ തം അവനെ കംസനെ ബഹുമാന പുരസരം ബഹുമാനത്തോടുകൂടി പൂജയാമാസ പൂജിച്ചു. അപ്പോൾ കംസനോട് പിന്നീട് ആദ്യം പേടിപ്പെടുത്തിയല്ലോ, അതേ സാമോപദേശം നൽകി, പിന്നെ പേടിപ്പെടുത്തി, പിന്നീട് വളരെ ആദരവോടുകൂടി പൂജിക്കുകയാണ്. ബുദ്ധിശക്തി എത്തുന്നിടത്തോളം ആലോചിച്ച ശേഷം പാപം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന കംസനെ വസുദേവൻ ബഹുമാനത്തോടുകൂടി പൂജിക്കുന്നു. ഏവം വിമൃശ്യതം പാപം യാവതാത്മനിദർശനം പൂജയാമാസ വൈ ശൗരിർ ബഹുമാന പുരസരം. ശ്ലോകം 53. പ്രസന്നവദനാംഭോജോ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വികസന്നിതമബ്രവീത്. പദച്ഛേദം. പ്രസന്ന വദന അംഭോജ പ്രസന്ന വദന അംഭോജഃ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വിഹസൻ ഇദം അബ്രവീത്. അന്വയാർത്ഥം. പ്രസന്ന വദനാംഭോജഃ വികസിച്ച മുഖപത്മത്തോടു കൂടിയവനായിട്ട് വസുദേവൻ മുഖമൊക്കെ നല്ല പ്രസന്നവദനാക്കി വികസൻ മന്ദഹാസം ചെയ്തുകൊണ്ട് ദൂയമാനേന ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോടുകൂടി നിരപത്രപം എന്ന് വെച്ചാൽ ലജ്ജാവിഹീനനായിരിക്കുന്ന നൃശംസം ക്രൂരനോട് ഇതിനെ അബ്രവീത് പറഞ്ഞു. അപ്പോൾ ആദ്യം പേടിപ്പെടുത്തിയല്ലോ, പിന്നീട് ഇനി ആദരിക്കുകയാണ്. അതുകൊണ്ട് വസുദേവർ എന്ത് ചെയ്തു? തന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ വിടർത്തി സകല വികാരങ്ങളെയും ഉള്ളിൽ അടക്കി. അങ്ങനെയുള്ള അടക്കാനുള്ള ശക്തി വസുദേവർക്കുണ്ട്. അങ്ങനെ വളരെ ഗാംഭീര്യം വസുദേവനുണ്ടെന്നിവിടെ കാണിക്കുകയാണ്. അപ്പൊ പ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന കാര്യത്തെ ആലോചിച്ചിട്ട് വളരെ ദുഃഖിക്കുന്ന മനസ്സിനെ പുറത്തേക്ക് അല്പവും പ്രകാശിപ്പിക്കാതെ, കാരണം മക്കളെ എല്ലാം കൊടുക്കാന്ന് പറയാൻ പോകുന്നത് അല്ലേ. അപ്പൊ അതിനെയൊക്കെ മനസ്സിലടക്കി, വിഷമമെല്ലാം മനസ്സിൽ അടക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ ദുഷ്ടനായ കംസനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വസുദേവൻ പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ശ്ലോകം 53 വായിക്കാം. പ്രസന്നവദനാംഭോജോ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വികസന്നിതമബ്രവീത്. ശ്ലോകം 54. വസുദേവ ഉവാച നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യത് ആഗാഹ അശരീരിണി യത് വാഗാഹ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേസ്യ യതസ്തേ ഭയമുത്ഥിതം. പദച്ഛേദം. ന ഹി
അസ്യാഹ തേ ഭയം സൗമ്യ യത് വാക് ആഹ അശരീരിണി യദ്വാകാഹ അശരീരിണി യദ്വാഗാഹ ശരീരിണി. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ യത് വാക് ആഹ അശരീരിണി യദ്വാഗ ആഹ അശരീരിണി യദ്വാക് ആഹ അശരീരിണി. പുത്രാൻ സമർപ്പയിഷ്യേ അസ്യാ യതഃ തേ ഭയം ഉത്ഥിതം. ഭയം ഉത്ഥിതം. അന്വയാർത്ഥം: സൗമ്യ, ഹേ സാധുശീല. വസുദേവൻ ക്രൂരനായ ഹംസനെ വിളിക്കുകയാണ്, ഹംസനെ ശാന്തനാക്കാൻ വേണ്ടി. ഹേ സാധുശീല എന്ന് വിളിക്കുകയാണ്. അശരീരിണി വാക്ക്, ആകാശവാക്ക്, അശരീരി വാക്ക്. യാതൊന്നിനെ ആഹ പറഞ്ഞു. അശരീരി വാക്ക് എന്താണ് പറഞ്ഞത്? അസ്യ, ഇവളിൽ നിന്ന്, തേ, നിനക്ക്, ഭയം, പേടി, നഹി, ഇല്ല. അപ്പോൾ ആകാശവാക്ക് പറഞ്ഞത് ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്നല്ലേ. അപ്പം അതിന് നിനക്ക് പേടിയൊന്നും വേണ്ട. യതഃ, ആരിൽ നിന്ന്, തേ, നിനക്ക്, ഭയം, പേടി, ഉത്ഥിതം, ഉണ്ടായിരിക്കുന്നുവോ, അസ്യ, ഇവളുടെ പുത്രന്മാരെ സമർപ്പയിഷ്യേ, സമർപ്പണം ചെയ്യുന്നേൻ. അപ്പോൾ നിനക്ക് പേടി ആരാണ്? ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്നാണ്. ഇവൾ കൊല്ലുമെന്നല്ലല്ലോ പറഞ്ഞത്. ആകാശവാണി ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തു ചെയ്യാം? ഇവൾക്കുണ്ടാകുന്ന പുത്രന്മാരെ എല്ലാം ഞാൻ നിനക്ക് തരാം. അപ്പോൾ നിനക്ക് പിന്നെ പേടിക്കേ വേണ്ടല്ലോ. അപ്പോൾ 8ാമത്തെ പുത്രൻ, 1 തൊട്ട് 8 വരെ എണ്ണുമ്പോൾ 8ാമത്തെ പുത്രൻ വരും. ഇനി 8 തൊട്ട് ഇങ്ങോട്ട് എണ്ണുമ്പോഴാ 1ാമത്തെ പുത്രൻ ചിലപ്പോൾ 8ആയിട്ട് സംഖ്യ അങ്ങനെ നമുക്ക് എണ്ണിയെടുക്കാം. ഇനി 2 തൊട്ട് എണ്ണിയാലോ, അങ്ങനെ നമുക്ക് ഓരോ സംഖ്യ മാറ്റി മാറ്റി എണ്ണി നോക്കാം. പക്ഷെ അത് പ്രായോഗിക അല്ലെങ്കിലും അങ്ങനെ കംസന് തോന്നിയാൽ നീ പേടിക്കണ്ട, 8ാമത്തെ പുത്രനല്ലേ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇവൾക്ക് ജനിക്കുന്ന എല്ലാ പുത്രന്മാരെയും ഞാൻ നിനക്ക് സമർപ്പിക്കാം. അപ്പോൾ ഇവിടെ ദേവകിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് വസുദേവൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ മക്കളെയും കൊടുക്കാമെന്ന് വസുദേവൻ പറഞ്ഞെങ്കിലും വസുദേവൻ ക്രൂരനല്ല. അവിടെ സമയോചിതമായ തീരുമാനം എടുക്കുകയാണ്. അതായത് ദൈവവാക്യം ഒരിക്കലും തെറ്റായി ഭവിക്കുകയില്ല എന്നുള്ള വിശ്വാസം എന്തായാലും വസുദേവർക്ക് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതിജ്ഞ ചെയ്താലും എന്തായാലും ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലുമെന്നാണല്ലോ പറഞ്ഞത്. അത് ദൈവനിശ്ചയമാണല്ലോ, അതെന്തായാലും നടക്കും. അതുകൊണ്ട് 8ാമത്തെ പുത്രനെ മാത്രമല്ല, ഇവൾക്ക് ജനിക്കുന്ന എല്ലാ പുത്രന്മാരെയും ഞാൻ നിനക്ക് നൽകാം എന്ന് വസുദേവർ പറയുന്നു. അപ്പോൾ ഒരാളെ ക്രോധം കൊണ്ടുവരുമ്പോൾ അപ്പോൾ അയാളെ സാന്ത്വനിപ്പിക്കണമെങ്കിൽ പല ഉപായങ്ങൾ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. ഇപ്പം ജീവിതത്തിലും അതുപോലെ തന്നെ. അതാണ് ആദ്യം പറഞ്ഞ സാമ വാക്കുകൾ. അപ്പോൾ അത് സാമ 5 തരത്തിലുണ്ട്. 5 തരത്തിലുള്ളത് വാക്കുകളും വസുദേവർ പ്രയോഗിച്ചു കഴിഞ്ഞു. പിന്നെ ഭേദം, അതായത് ഭയപ്പെടുത്തിയൊക്കെ നോക്കി, അദൃഷ്ടഭയം, ദൃഷ്ടഭയം, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു. പിന്നെ അവസാനം എന്താണ്? ദാനം ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കളെയെല്ലാം കംസന് ദാനം ചെയ്യാൻ നിശ്ചയിച്ചു. അപ്പം അങ്ങനെ സാമം, ഭേദം, ദാനം, അങ്ങനെയുള്ള 3 ഉപായങ്ങൾ വസുദേവർ പ്രയോഗിക്കുകയാണ്. അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വരുമ്പോൾ ഇതുപോലെ ക്രോധിച്ചു നിൽക്കുന്ന ആളിനെ സാന്ത്വനപ്പെടുത്താൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. 54 വരെയുള്ള ശ്ലോകങ്ങളാണ്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം.